കയ്യൂർ സമരത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കാണുന്നതിൽ ഇടതുപക്ഷ ചരിത്ര രചനയിൽ പോലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രമുഖ ചരിത്രകാരനും കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ.എൻ. കുറുപ്പ്. EMS നമ്പൂതിരിപ്പാട് തന്റെ പുസ്തകങ്ങളിൽ വിട്ടുപോയ കയ്യൂർ ചരിത്രത്തിലെ നിർണായക അധ്യായങ്ങൾ താൻ പൂർത്തിയാക്കിയതായും അദ്ദേഹം പറഞ്ഞു. കയ്യൂരിൽ നടന്ന ഒരു അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കയ്യൂർ സമരത്തെ കേവലം ഒരു പ്രാദേശിക ലഹളയായി കാണാതെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പോരാട്ടമായാണ് ചരിത്രം രേഖപ്പെടുത്തേണ്ടത്. മോസ്കോയിലും ക്യൂബയിലും കയ്യൂർ സമരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിരപരാധികളായ 4 കർഷക തൊഴിലാളികളെ തൂക്കിലേറ്റിയ സംഭവം ലോക ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു. അന്ന് ഇവർക്കായി പ്രിവി കൗൺസിൽ VK കൃഷ്ണമേനോനെ പോലെയുള്ളവർ വാദിച്ചത് ഇതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാവിയിൽ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ എന്ന ഭാവി തലമുറ വിലയിരുത്തുമ്പോൾ കയ്യൂരിൻ്റെ ചരിത്രകാരൻ എന്നായിരിക്കും അവരാദ്യമായിട്ട് പറയുന്നത്. കാരണം കയ്യൂർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല എന്നായിരുന്നു വലതുപക്ഷങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. EMS 43 പെസന്റ് സ്ട്രഗിൾസ് ഇൻ കേരള എന്നുള്ളൊരു ചെറിയ പക്ഷേ അതിൽ അദ്ദേഹം അത് പറയുകയില്ല, അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം വിട്ടുപോയ ആ ചാപ്റ്റർ പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ കയ്യൂരിൻ്റെ ചരിത്രം എഴുതി. കയ്യൂരിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ക്യൂബയിൽ ഞാൻ പോയപ്പോഴും മോസ്കോയിൽ പോയപ്പോഴെല്ലാം അവിടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലുള്ള ഈ സമരം 4 കർഷക പ്രവർത്തകരെ അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു പോലീസുകാരൻ തേജസ്വിനിയിൽ വീണ് മരിച്ചതിൻ്റെ പേരിൽ ചാർജ് ചെയ്ത് ഒരു മോബ് ചെയ്ത കുറ്റത്തിൽ 4 ആളെ പിൻ പോയിൻ്റ് ചെയ്തിട്ട് അന്ന് ജഡ്ജി തൂക്കിക്കൊല്ലുമായിരുന്നു. ആ ഒരു ഗ്രാമത്തിലെ സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് പ്രിറ്റ് പോലും പ്രിവി കൗൺസിലിലും മറ്റും അവർക്ക് വേണ്ടിയിട്ട് കൃഷ്ണമേനോൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി, കുമരമംഗലം പ്രവർത്തിക്കുകയുണ്ടായി. ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റായിട്ട് വന്നൊരു സംഭവമാണത്. പക്ഷേ അതിൻ്റെ പരിണത ഫലം കയ്യൂരിൻ്റെ ഇവരുടെ ആ രക്തസാക്ഷിത്വം വലിയ മാറ്റങ്ങളുണ്ടാക്കി. EMS 57 വന്ന ഭരണകൂടത്തിലേക്ക് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഭരണത്തോടു കൂടി അവരുടെ ഒരു ഭരണം നടപ്പിലാക്കി. ആ ഗവൺമെൻറ് ചെയ്ത ചെയ്തികളെപ്പറ്റി ക്രിസ്റ്റോഫർ ലിട്ടൺ ചെയ്തതല്ലാതെ നല്ല നിലയിൽ ആരും പഠിച്ചിട്ടില്ല. എനിക്കും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അവരുടെ പ്രസ്ഥാനത്തെപ്പറ്റി, കയ്യൂരിനെ പറ്റി, അഗ്രേറിയൻ സ്ട്രഗിൾസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് 48 മുതൽ 52 വരെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെ ജനാധിപത്യത്തിലേക്ക് വന്നു എന്നുള്ളൊരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇന്നലെ കയ്യൂരിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങിൽ ഞാനത് MA ബേബി സാറിന് ആ പുസ്തകം കൊടുത്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. അവരെന്നെ പൊന്നാട ഇന്നലെ അണിയിച്ചു ആ മീറ്റിങ്ങിൽ വെച്ചിട്ട്. കയ്യൂരിൻ്റെ ചരിത്രകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചുവപ്പ്, പൂർണ്ണമായും ചുവപ്പായിട്ടുള്ളൊരു ഇത് ഞാനിന്നും കയ്യൂർ ഗ്രാമത്തിന്റെ വികസന മുരടിപ്പിനെയും അദ്ദേഹം വിമർശിച്ചു. തേജസ്വിനി പുഴയുടെ സാമീപ്യമുള്ള കയ്യൂരിനെ ഒരു മാതൃകാ കാർഷിക വ്യവസായ ഗ്രാമമാക്കി മാറ്റാൻ മാറി വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കയ്യൂർ ആയിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കയ്യൂരിനെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഗ്രാമമാക്കി മാറ്റിയെടുക്കാൻ ഇവിടെ ഇടതുപക്ഷ ഭരണ ഗവൺമെൻറ്റുകൾ വന്നിട്ടും കഴിഞ്ഞിട്ടില്ല എന്നത് അത് കാർഷിക ഗ്രാമമായിട്ട് ഇന്നും തുടങ്ങുകയാണ്. അവിടെ വ്യാവസായിക ഗ്രാമമായിട്ട് അതിനെ മാറ്റേണ്ടതായിരുന്നു. ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവകലാശാല വരേണ്ടത് കയ്യൂരിലായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. കാരണം നിങ്ങൾ പയസ്വിനിയിൽ 1-ാം തരം ഒരു അണ കെട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധജലം ഒഴുകുന്ന ഒരു പ്രദേശമായിട്ട് കയ്യൂർ മാറ്റാൻ കഴിയും. ഗാന്ധിസവും മാർക്സിസവും ഒത്തുചേരുന്നിടത്താണ് ഇന്ത്യയുടെ ഭാവി ഇരിക്കുന്നതെന്നും ചരിത്രത്തെ രാഷ്ട്രീയ ലാഭത്തിനായി വെട്ടിമുറിക്കുന്നത് അപകടകരമാണെന്നും ഡോക്ടർ കുറുപ്പ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.